ഉഡായിപ്പ് ഉദ്ഘാടനം. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്നതിന് മുമ്പ്, അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പല ഇത്തരം ഉദ്ഘാടനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതിലെ ചില കാഴ്ചകളാണ്. കട്ടപ്പന നഗരസഭയുടെ കുടുംബാരോഗ്യ കേന്ദ്രം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 6 വർഷമെടുത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി ഒരു പുതിയ കെട്ടിടമൊക്കെ പണിതു. ഗംഭീരമായി ഉദ്ഘാടനവും നടത്തി. എന്നാൽ ഈ പുതിയ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് ഇവിടെ നിന്നും ചികിത്സ ലഭിക്കില്ല. മന്ത്രി ഉൾപ്പെടെയുള്ളവരെത്തി കൊട്ടിഘോഷിച്ചാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനുള്ളിലെ പ്ലംബിങ്, വയറിങ് അതുപോലുള്ള പണികളൊന്നും ഇതുവരെയും നടത്തിയിട്ടില്ല. നാടുനീളെ പുതിയ ആശുപത്രിയുടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവർത്തനം ഇപ്പോഴും പഴയ വാടക കെട്ടിടത്തിൽ തന്നെ. രോഗികളിൽ പലരും പുതിയ ആശുപത്രിയിലേക്ക് പോകണോ പഴയ ആശുപത്രിയിലേക്ക് പോകണോ എന്നറിയാതെ രണ്ടിനുമിടയിൽ കിടന്ന് നട്ടം തിരിയുകയാണ്. മന്ത്രി വന്ന് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തി. ഒരു പണിയും ചെയ്യാതെ ഇലക്ഷന് മുന്നോടിയായിട്ട് അവർ കാട്ടിക്കൂട്ടിയൊരു പരിപാടികളാണ് ഇതൊക്കെ. ഇപ്പം ജനങ്ങളാണ് വലയുന്ന മുഴുവൻ. ഇലക്ട്രിക്കൽ ജോലികൾ കരാറെടുത്തിരിക്കുന്ന വ്യക്തി പണികൾ പൂർത്തിയാക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധി. കരാറുകാരന് പണികൾ പൂർത്തിയാക്കാൻ മാർച്ച് വരെ സമയവുമുണ്ട്. ഇതിനിടെ ഒരു മുഴം മുൻപേ എറിഞ്ഞ് എന്തിനായിരുന്നു ഇങ്ങനെയൊരു ഉദ്ഘാടനം? ആൾക്കാർ വരുന്നു, ഇവിടെ ആശുപത്രി ഇല്ല, പൂട്ടിക്കിടക്കുന്നു. അവരുടെ അടുത്ത പ്രൈവറ്റ് ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ അങ്ങ് ഇടുക്കി പൈനാവൊക്കെ പോകണം, 30-40 കിലോമീറ്റർ. ഈ രോഗികൾ പോകുന്ന വഴിക്ക് ഒരാൾക്കാർ ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്നതിൻ്റെ അവസ്ഥയൊക്കെ അവൻ്റെ കുടുംബത്ത് വന്നു കഴിഞ്ഞാലേ ഏത് മന്ത്രിക്കാണെന്ന് മനസ്സിലാവുള്ളൂ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പണിതീരാത്ത കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അങ്ങ് നടത്തി. പെട്ടത് പാവം രോഗികളാണേ. ചികിത്സയ്ക്കായി ഇവിടേക്കാണോ വരേണ്ടത്, അതോ വാഗപ്പടിയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിലേക്കാണോ പോകേണ്ടതെന്ന് അവർക്കറിയില്ല. ഇനി കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഏറെ വിവാദമുണ്ടാക്കിയതാണ്. വ്യാപാരികളുടെ പ്രശ്നങ്ങളും കെട്ടിടത്തിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി എത്തി ഉദ്ഘാടനവും നിർവഹിച്ചു. വ്യാപാരികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനവും ആയിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനമൊക്കെ നടത്തിയതാണ് കല്ലുത്താൻ കടവ് പച്ചക്കറി മാർക്കറ്റ്. ശരിയാണ്, മുൻഭാഗം പെയിന്റ് അടിച്ച് മുഖമൊക്കെ മിനുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അകത്ത് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വയറിംഗ്, പെയിന്റിംഗ്, ലിഫ്റ്റ് നിർമ്മാണം എല്ലാം നടക്കുന്നു. തിരഞ്ഞെടുപ്പാകുമ്പോൾ വികസനം ഒരു പ്രധാന പ്രചരണ വിഷയമാണ്. അതിനനുസരിച്ച് ഉദ്ഘാടനങ്ങളുടെ എണ്ണവും കൂട്ടേണ്ടി വരും. അപ്പോൾ പിന്നെ പണി പൂർണ്ണമായി കഴിഞ്ഞാലെന്ത്, കഴിഞ്ഞില്ലെങ്കിലെന്ത്? ഇതിന് പുറമെയാണ് മാർക്കറ്റ് മാറ്റുന്നതിനെതിരെയുള്ള വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരികളുടെ താല്പര്യങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ലെന്നാണ് വിമർശനം. പണ്ടത്തെ നല്ലൊരു ഭാഗം കച്ചവടം ഇല്ല ഇപ്പോൾ ഇവിടെ. ഇത് അവിടേക്ക് മാറുകൂടി ചെയ്താൽ തീരെ കച്ചവടം ഉണ്ടാവില്ല. ആളുകൾ അങ്ങോട്ട് വരില്ല എന്നുള്ള ഉറപ്പാണ്. ആളുകൾക്ക് ഇപ്പോൾ അത്രയും സൗകര്യം നോക്കിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. ഇപ്പോൾ അവിടുന്ന് 1 കിലോ സാധനം, 1/2 കിലോ സാധനം മേടിക്കും ആൾക്കാർ. ബസ് പിന്നെ ഓട്ടോ വിളിച്ച് വരണം. അപ്പോൾ ട്രാവൽ ചാർജ് ആയി കൂടൂലേ? അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആളൊരു ബുദ്ധിമുട്ട് തന്നെ. അവിടെ കച്ചവടം നടക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് വ്യാപാരികൾ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. പക്ഷേ എല്ലാം വികസന പട്ടികയിൽ നിരത്തുകയാണ് കോർപ്പറേഷൻ ഭരണസമിതി. വ്യാപാരികൾക്ക് അവരുടെ നിത്യവൃത്തിക്കുമേൽ ഉരുണ്ടുകൂടിയ ആശങ്കയുടെ കാർമേഘമാണ് കല്ലുത്താൻ കടവ് മാർക്കറ്റ്. ഒന്നും പൂർണ്ണമായി പരിഹരിക്കാതെ നടത്തിയ ഉദ്ഘാടനം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു അക്കം മാത്രം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നവംബർ 10-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിൽ ഒരു തട്ടിക്കൂട് ഉദ്ഘാടനത്തിന് ഭരണസമിതി പദ്ധതിയിട്ടിരുന്നു. നാട്ടുകാർ ഇടപെട്ട് ആ ഉദ്ഘാടനം അങ്ങ് മുടക്കി. പാതി പണി മാത്രം പൂർത്തിയാക്കി അംബേദ്കർ നഗറിലെ അങ്കണവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് നാട്ടുകാർ സമ്മതിക്കാതിരുന്നത്. നമുക്ക് അങ്കണവാടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? സൈക്കിൾ സ്റ്റാൻഡ് ഇട്ടിട്ട് വരുമല്ലോ. ഐതിഹ്യം പഠിച്ച അങ്കണവാടിയുടെ ഉദ്ഘാടനം, പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ മാസം 10-ാം തീയതിയാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം. ഇതാണ് ആ അങ്കണവാടിയിലേക്കുള്ള ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പോവാം. ഐതിഹ്യാനെ, ഈ ഗേറ്റ് എന്തായിരുന്നാലും നമുക്ക് തുറന്നു പോകാൻ പറ്റില്ല. അടി കൂടെ പോയാലോ? വാ. അങ്ങനെ നമ്മൾ അങ്കണവാടിയുടെ ഗേറ്റ് മറികടന്നിട്ടുണ്ട്. ഇനി ആ കെട്ടിടത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നീ പഠിച്ച അങ്കണവാടിക്ക് ഒരു കഥ പോലും ഇല്ലല്ലോടാ. അകത്ത് വല്ലതും ഉണ്ടോ? അകത്ത് ഒന്നുമില്ല.
ഐദ്യാന്റെ അംഗനവാടിയിലെ പുതിയ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഈ ഉദ്ഘാടനത്തിനായി തയ്യാറായ കെട്ടിടത്തിലുണ്ട്. ആ സൗകര്യങ്ങളൊന്ന് നോക്കി. ഐദ്യാന്റെ അംഗനവാടിക്കകത്ത് പുസ്തകങ്ങളൊന്നുമില്ല, സിമന്റ് അവർ മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ, ഇപ്പോൾ ബുക്കൊന്നുമില്ല. ഇതാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്യാൻ പാങ്ങോട് പഞ്ചായത്തിലെ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തീരുമാനമെടുത്ത അംഗനവാടിയുടെ അവസ്ഥ. അതൊന്നും ചെയ്യാതെ ഇടപെടിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് കൊണ്ടുവന്ന് പെട്ടെന്ന് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇവിടെ പെട്ടെന്ന് ഉദ്ഘാടനം നടത്താൻ പറ്റില്ല. നാട്ടുകാർ പറഞ്ഞു, മുഴുവൻ പേരും പറഞ്ഞു. പണി ഒരുപാടുണ്ട്. പണി പിള്ളേരെ ഇപ്പം ഇതിനകത്ത് കയറ്റിയിരുന്ന ഇളിഞ്ഞു വീടില്ല എങ്കിൽ പോലും ഇതിനകത്ത് ഒരു സൗകര്യമില്ല. തറയിട്ടിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നിലവിൽ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. 15 ലക്ഷം രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചത്. പൂർത്തിയാക്കാൻ ഇനിയും പണികൾ ഏറെയുണ്ട്. നാട്ടുകാരല്ല പ്രശ്നമുണ്ടാക്കിയതെന്നും BJP CPM ഗുണ്ടായിസമാണ് അവിടെ കണ്ടതെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. സംഘർഷത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശ്രീമതി ലളിതകുമാരിയും കൂടെ ആ മെമ്പറും കൂടി ഒരുമിച്ച് ആലോചിച്ചിട്ട് ആ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് ആക്കാം എന്ന് കരുതി ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. 10-ാം തീയതി ഉദ്ഘാടനത്തിനായി തയ്യാറെടുത്ത ഒരു കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. നാട്ടുകാർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അന്നിവിടെ ഉദ്ഘാടന മാമാങ്കം നടക്കാതെ പോയത്. ഈ കെട്ടിടത്തിന്റെ അവസ്ഥ നിങ്ങളൊക്കെ കണ്ടില്ലേ? ഒരു വാതിലില്ല, ജനലില്ല, തറയോടില്ല, ബാത്റൂം പോലും ഇവിടെ കുട്ടികൾക്കായി അവർ സജ്ജീകരിച്ചിട്ടില്ല. എന്നിട്ടാണ് ഇലക്ഷന് മുന്നോടിയായുള്ള ഈ ഉദ്ഘാടന മാമാങ്കം. ഇങ്ങനെ എത്ര ഉദ്ഘാടനങ്ങൾ നടന്നിട്ടുണ്ടല്ലേ.